Moving on to the second part of the lecture on the concept of idealism put forth by Plato. Now, for an idealist philosopher, the human mind is the fulcrum upon which reality rests. So, human mind എന്ന് പറയുന്നത് it is like a point of support or it's like a hinge. ഒരു ഡോറിന്റെ വിജാഗിരി പോലെയാണ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത്. അതൊരു ഫൽക്രമാണ്. നൗ ഫൽക്രമിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഡിസൈഡ് ടു വിച്ച് ഡയറക്ഷൻ വൺ ഷുഡ് പിവറ്റ്, എങ്ങോട്ട് തിരിയണമെന്നത് ഫൽക്രമാണ് ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുക, അത് ഫൽക്രമാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെയാണ് ഹ്യൂമൻ മൈൻഡ്. നമുക്ക് ഗുഡ് തോട്ട്സ് വരണോ ബാഡ് തോട്ട്സ് വരണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഹ്യൂമൻ മൈൻഡ് തന്നെയാണ്. സോ ഹ്യൂമൻ മൈൻഡ് ഈസ് ദ ഫൽക്രം അപ്പോൺ വിച്ച് റിയാലിറ്റി റെസ്റ്റ്. എന്താണ് റിയൽ എന്താണ് അൺറിയൽ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ മൈൻഡാണ്. റൈറ്റ്, വാട്ട് ഈസ് റിയൽ ആൻഡ് വാട്ട് ഈസ് അൺറിയൽ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഹ്യൂമൻ മൈൻഡാണ്. സോ that is why idealist philosophers believe that human mind is the fulcrum upon which reality rests. And they also believe that nothing exists in the world unless we perceive it, sense it or know it. നമ്മുടെ ഹ്യൂമൻ മൈൻഡ് അനുസരിച്ച് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സെൻസസിലൂടെ സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ, നമ്മുടെ 6 സെൻസസിലൂടെ സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ മറ്റ് സോഴ്സസിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന അറിവുകൾ അതും ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യും. അല്ലാതെ ഒരു കാര്യവും ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യില്ല. സോ നത്തിങ് എക്സിസ്റ്റ് അൺലെസ് വി പെർസീവ് ഇറ്റ്, അൺലെസ് വി സെൻസ് ഇറ്റ് ഓർ അൺലെസ് വി നോ അബൌട്ട് ഇറ്റ്. അപ്പം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ സെൻസസിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് ഐഡിയലിസ്റ്റ് ഫിലോസഫേഴ്സ് ബിലീവ് ചെയ്തത്. സോ ഈ ഒരു മോഡ് ഓഫ് തോട്ട് 2 തരത്തിലാണുള്ളത്. സോ നമുക്ക് ഫിലോസഫിക്കൽ ഐഡിയലിസത്തിനെ 2ആയിട്ട് തരംതിരിക്കാം. ഒന്നെന്ന് പറയുന്നത് എപ്പിസ്റ്റമോളജിക്കൽ ഐഡിയലിസവും രണ്ടാമത്തത് മെറ്റാഫിസിക്കൽ ഐഡിയലിസമാണ്. Now, epistemological idealism is a position that holds that a person's knowledge of the world exists in the mind. എപ്പിസ്റ്റമോളജിക്കൽ ഐഡിയലിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് ഒരാളുടെ നോളജ് ഓഫ് ദ വേൾഡ്, ഒരാളുടെ ഈ ലോകത്തിനെ പറ്റിയിട്ടുള്ള അറിവെന്ന് പറയുന്നത് അയാളുടെ മൈൻഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അയാളുടെ മനസ്സിലാണ് ഈ ലോകം എന്താണ് എന്നുള്ള കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ലോകത്തിനെ അയാൾ അറിയുന്നത് അയാളുടെ മനസ്സിലാണ്. അപ്പോൾ ഒരാളുടെ ലോകം, അയാളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് അയാളുടെ മൈൻഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, മൈ റിയാലിറ്റി ഈസ് ഡിഫറെന്റ് ദാൻ യുവർ റിയാലിറ്റി. സം പീപ്പിൾ മൈറ്റ് സേ ദാറ്റ്, റൈറ്റ്? ദേ മൈറ്റ് സേ ദാറ്റ് മൈ റിയാലിറ്റി ഈസ് ഡിഫറെന്റ് ഫ്രം യുവർ റിയാലിറ്റി. Why is that so? Because the way in which they perceive the world will be different from the way in which we perceive the world. If a person is depressed, now that person might view the world in a very bleak manner. But if his friend is a person who is not depressed, the friend might say that this is not the real world. The real world has its share of happiness and sadness എന്ന് പറയാം. പക്ഷെ അത് മനസ്സിലാക്കാൻ ഈ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്ക് കഴിയണം എന്നില്ല. ചിലപ്പോൾ കഴിയാം, ചിലപ്പോൾ കഴിയണം എന്നില്ല. സോ അതാണ് എപ്പിസ്റ്റമോളജിക്കൽ ഐഡിയലിസത്തിൽ പറയുന്നത്. അതായത് പേഴ്സൺസ് നോളജ് ഓഫ് ദ വേൾഡ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദ മൈൻഡ്. Now, the second form of idealism is metaphysical idealism, which states that reality itself is dependent on our perceptions and our minds, and the idea of an independent reality or a physical reality is nonsensical. ഇനി മെറ്റാഫിസിക്കൽ ഐഡിയലിസത്തിൽ പറയുന്ന റിയാലിറ്റി എന്ന് പറയുന്ന കാര്യം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിലാണ്. റിയാലിറ്റി എക്സിസ്റ്റ് ഇൻ our mind and it exists in our perceptions. And there is no such thing as independent reality. നമ്മൾ ഓരോ കാര്യങ്ങൾ പെർസീവ് ചെയ്തെടുക്കുന്ന പോലെയാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഇൻഡിപെൻഡന്റ് റിയാലിറ്റി ഈ ലോകത്തുണ്ട്, ഒരു ഫിസിക്കൽ റിയാലിറ്റി ഈ ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ നോൺ സെൻസിക്കൽ തോട്ട്. പുറത്തൊരു എക്സ്റ്റേണൽ റിയാലിറ്റി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിയാലിറ്റി എന്ന് പറയുന്ന ഒന്നില്ല. നമ്മൾ പെർസീവ് ചെയ്തെടുക്കുന്നതാണ് റിയാലിറ്റി എന്നുള്ളതാണ് മെറ്റാഫിസിക്കൽ ഐഡിയലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. Now, to further explicate this concept of idealism, Plato came up with the idea of the allegory of the cave. Now, this idea was first introduced in his work, The Republic, and this comes across as a Socratic dialogue. And in Plato's Republic, he uses the character of Socrates
and he also puts another character, that is his own brother Glucon, and they are having a dialogue about the allegory of the cave. And this particular allegory is used to illustrate the role of education in developing minds. So, ഈ allegory of the cave എന്ന് പറയുന്നത്, it is written in the form of a dialogue that happens between Socrates, Plato's mentor, and Glaucon, who is Plato's brother. And it illustrates how education can help us in understanding ideal reality, or how education develops our mind.